മച്ചന്മാരെ നമ്മൾ കൊമ്പൻ മീനുകളുടെ വിഹാര കേന്ദ്രത്തിലാണ് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. ചെറുമീനൊക്കെ ഇഷ്ടംപോലുള്ളൊരു സ്പോട്ടാണ്. ഇവിടെ നമുക്ക് വമ്പൻ ചെറുമീനുകളുടെ അടി കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നമ്മൾ ഈ പായലിൻ്റെ മുകളിലേക്ക് എറിഞ്ഞ് ചെറുമീനെ പിടിക്കുമ്പോൾ തന്നെയാണ് ഈ പുഴയിൽ നിന്ന് നമുക്ക് അതുപോലെ തന്നെ ചെറുമീനുകൾ കിട്ടും. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പായലിൻ്റെ മുകളിലൊക്കെ ചെറുമീനെ പിടിക്കാനായിട്ട് സാധാ റബ്ബർ ഫ്രോകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ഓപ്പൺ വാട്ടറിൽ എറിയുമ്പോൾ അങ്ങനെയുള്ള ഫ്രോകൾ മാറ്റിയിട്ട് ജംപ് ഫ്രോകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ജംപ് ഫ്രോകളുടെ ചലനം നല്ല ആഴത്തിൽ നിൽക്കുന്ന ചെറുമീനെ വരെ പെട്ടെന്ന് ആകർഷിക്കും. ശരിക്കും ഒരു തവള വരും പോലെ ചാടിച്ചാടിയാണ് ഇത് വെള്ളത്തിൻ്റെ മുകളിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം തെറിപ്പിച്ച് വരുന്നത് മീനുകൾക്ക് കറക്റ്റായിട്ട് തന്നെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഒരു തവളയുടെ അതേ ആക്ഷനിലാണ് അത് വരുന്നത്. മുട്ടൻ ചെറുമീനുകൾ അത് അധിക സമയമൊന്നും കണ്ടുകൊണ്ട് നിൽക്കത്തില്ല. അവന്മാർ ആ പോച്ചയുടെ അടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ. അതുപോലെ തന്നെ പുഴകളിലൊക്കെ നമ്മൾ സെൻട്രൽ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ ഇതുപോലെ പോച്ചകളൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അവിടെ തന്നെ എറിഞ്ഞിടാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് അടി കിട്ടുന്നതും ആ പോച്ചയുടെ അടിയിലിരിക്കുന്ന ചെറുമീൻ തന്നെയായിരിക്കും. കുറച്ച് കാസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം അവൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഫ്രോഗിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം കെയർഫുള്ളായിട്ട് നിന്ന് ഇവിടെയുള്ള ചെറുമീനെ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം അത്യാവശ്യം കലക്കലുണ്ട്. ഇതുപോലെ അത്യാവശ്യം കലങ്ങി നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചെറുമീനുകൾ കിട്ടിയിട്ടുള്ളത്. നല്ല തെളിച്ചാണെങ്കിൽ നമുക്ക് അടി കിട്ടാനുള്ള ചാൻസ് അല്പം കുറയും. അതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യണം. മീനെ പിടിക്കാനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ അത്യാവശ്യം പവർ പിടിക്കുന്ന ബ്രാഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. വലുതടിച്ചാലും പെട്ടെന്ന് അതുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് പോകത്തൊന്നുമില്ല. ഡ്രാഗ് അതുപോലെ തന്നെ നമ്മൾ അല്പം ഒന്ന് ലൂസാക്കി ഇടണം. ഫുള്ള് ടൈറ്റാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വലിയ മീനുകളൊക്കെ അടിക്കണമെങ്കിൽ ഒറ്റ അടിക്കാനാവും ചിലപ്പോൾ നമ്മുടെ ബ്രൈഡും പൊട്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തും. അതിനൊരിക്കലും അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ ജംപ് ഫ്രോഗ് ഒരു സ്പോട്ടിൽ തന്നെ കാശ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കളറുകൾ നമുക്ക് ഈ ജംപ് ഫ്രോഗുകൾ വാങ്ങാനായിട്ട് കിട്ടും. അതിൻ്റെ അകത്ത് അല്പം ഡാർക്ക് കളറുള്ള ഫ്രോഗുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ലൈറ്റ് കളറിനേക്കാളും ഈ കലക്കവെള്ളത്തിലും നമുക്ക് ഇപ്പം ഡാർക്ക് കളറുള്ള ഫ്രോഗുകളാണ് റിസൾട്ട് തരിക. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വേണമെങ്കിലും ഒരു അടി പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്.